വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഭൂമി തന്നെ ഒരു പൈപ്പ് പോലെ ഇവിടെ ഉണ്ടാക്കിയേക്കാണ്. ഇതിലേ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങി ഈ ഒരു ദ്വാരം വഴി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നും പുറംലോകം അധികം അറിയാത്ത പ്രകൃതി ഒളിപ്പിച്ച പല അത്ഭുതങ്ങളുമുള്ള ടിബറ്റൻ പീഠഭൂമിയിലൂടെയുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ്. മലനിരകളും കാടും പുഴയും ഒക്കെ താണ്ടി നൗറിക്കോട്ടെ എന്ന ഗ്രാമത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിച്ചേർന്നത്. അവിടെ നിന്നും പുരാതന കാലം മുതലേ ആളുകൾ ജീവിച്ചു വന്നിരുന്ന ഒരു ഗുഹ ഈ പരിസരത്തുണ്ട് എന്നറിഞ്ഞ് കാട്ടിലൂടെ ആ ഗുഹ തപ്പി ഇറങ്ങിയതാണ് നമ്മൾ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഈ മലേനെപ്പറ്റി രസകരമായിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ കാണുന്ന നരച്ച മലനിരകളില്ലേ, ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിൽ പ്ലെയിൻ ഏരിയ ആണത്രേ. അവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്നുള്ള ആട്ടിടയന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ഈ ഒരു പച്ചപ്പ് പുല്ലൊക്കെ വന്ന് നിറയും, നല്ല പ്ലെയിനാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അവിടെ പോയി ആടുകളെ കൊണ്ടൊക്കെ പോയിട്ട് അവിടെ താൽക്കാലികമായിട്ടുള്ള ടെൻ്റ് അടിച്ച് ഒരു 3-4 മാസത്തോളം അവിടെ സ്പെൻഡ് ചെയ്യുന്നേ. എന്നെ രസമായിരിക്കുമല്ലോ അത്. ഈ ധൗളാഗിരിയുടെ ബേസ് ക്യാമ്പിലേക്ക് ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് കയറി പോകാൻ പറ്റില്ല, കാരണം ഇവിടെ കുത്തനുള്ള കയറ്റമാണ്. നമ്മൾ മുമ്പ് വന്നിട്ടുള്ള മർഫയിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറി പോകാനുള്ള വഴിയുണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു ഗ്രാമം വരും, ആ ഗ്രാമത്തിൽ നിന്നും പോകാൻ വഴിയുണ്ടെന്നേ. ആ പോകുന്ന വഴിയിലുണ്ടല്ലോ ഈ ഒരു ഹിമാലയത്തിലുള്ള ശരിക്കും അവിടേക്കുള്ള ഇൻറ്റീരിയർ വില്ലേജുകൾ അവിടെ ഉണ്ട് അത്ര. അതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണെന്നാണ് ഇവിടെ നിന്ന് വില്ലേജേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇപ്രാവശ്യം എന്തായാലും അതൊരു സീസൺ ടൈം അല്ല, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നല്ലൊരു സീസൺ ടൈം വരുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് ട്രക്കിംഗ് കൂടി നമുക്ക് പിടിക്കും. കുറേ ആയില്ലേ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തതിന് ശേഷം ഒരു ഹെവി ട്രക്ക് പിടിച്ചിട്ട് അല്ലേ. ഓൾമോസ്റ്റ് താഴെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലൊരു വരണ്ട പോലത്തെ പ്രദേശമാണ്. ഈ ഒരു പ്രദേശം ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത് അതിലേ അങ്ങോട്ട് കയറണം. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ദൂരെ നിന്ന് കണ്ട വെള്ളച്ചാട്ടം അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും കാണാൻ പറ്റും. അതുകൂടാതെ ഇവിടെ പുതിയതായിട്ട് മറ്റൊരു വെള്ളച്ചാട്ടം തെളിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം മഞ്ഞുരുകി വരുന്നതാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇതാണ് നിങ്ങൾ മണ്ണിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശരിക്കും നമ്മുടെ കമ്മൽ ചെടിയൊക്കെ പോലെയുണ്ട്, പക്ഷേ കമ്മലല്ല. ഇതിൻ്റെ ഇതളുകൾ കണ്ടോ നിങ്ങൾ, ചെറിയ ചെറിയ ഇതളുകളാണ്. അതുപോലുള്ള പൂ കാണുന്നുണ്ട്. അതിങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്നും ഇതുണ്ടോ കിഴങ്ങൊക്കെ ആയി വരുന്ന പോലെ മുളച്ചാണ് കേട്ടോ വരുന്നത്. ഇതാ ഇവിടെ എല്ലാം അതായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു ഇതിനെപ്പറ്റിയൊക്കെ ഗവേഷണം നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ പേരൊക്കെ അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ പറയുവാണെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതറിയാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു ഉപകാരമാകും. അതുമാത്രമല്ല ഇത് കണ്ടോ നിങ്ങൾ, ഇതുപോലെ തിരി പോലെ ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ചെടിയുണ്ട് ഇവിടെ. അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. പക്ഷേ തണുപ്പ് കാരണമൊക്കെ വാടി, ഇതിന് പിന്നെ ഒരു വാടിയ കളർ തന്നെയാണ് എന്ന് തോന്നുന്നു കേട്ടോ. വേറെയും ഇതുപോലത്തെ ഭംഗിയുള്ള നല്ല അടിപൊളി കളറുള്ള ചെടികളൊക്കെ നമുക്ക് കാണാം ഇവിടെ. നല്ല പൂക്കൾ നോക്കി, എന്നാ രസമാണ്. ഒരു മരത്തിൻ്റെ പാലം ഉണ്ടായിരുന്നേ, ആ ഒരു പാലവും കടന്ന് മല കയറി ഇവിടെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ക്ഷീണിച്ച് കുറച്ച് നേരം ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്തിട്ടാവാം മേലോട്ടൊക്കെയുള്ള കയറ്റേ. അപ്പോൾ താഴേന്ന് ഒരു ബയ്യാജി കയറി വരുന്നുണ്ട് കേട്ടോ. ട്രക്കിങ്ങിനിടയിൽ ക്ഷീണം ഒഴിവാക്കാനായിട്ട് ഞാൻ എന്താണ് നോർമലി ചെയ്യാറെന്നറിയാമോ? ഇതുപോലുള്ള ചെറിയ ചെറിയ പൂക്കൾ, അതുപോലെ തന്നെ കായകൾ, ഇതൊക്കെ തപ്പിപ്പിടിച്ച് അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിയിരിക്കും. അതിനുശേഷം വീണ്ടും പതുക്കെ സ്പീഡല്ല നമുക്ക് വേണ്ടത്, പതുക്കെ എല്ലാം കണ്ട് ആസ്വദിച്ച് മല കയറുക എന്നതാണ് കേട്ടോ. നടന്ന് നമ്മളങ്ങനെ ഫസ്റ്റ് ലെയറിലേക്ക് എത്തി. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ഉണ്ടല്ലോ ഇത് കണ്ടില്ലേ നിങ്ങൾ, നീൽഗിരി മൗണ്ടൻസ് ഒക്കെ നല്ല രീതിക്ക് കാണാറായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ധൗളാഗിരി മൗണ്ടൻസ് കാണാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ, കാരണം അതിന് നേരെ കീഴിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേങ്കിലേ ആ പറച്ചിൽ വെറുതെയാണ്. നോക്കി ഞങ്ങൾ വീണ്ടും ധൗളാഗിരി. ഇവൻ നമ്മളെ വിട്ട് പോകില്ല കേട്ടോ. അതിൻ്റെ ഓൾമോസ്റ്റ് ചോട്ടിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ഒരു സ്തൂപത്തിൻ്റെ ഇങ്ങടേക്കാണ് വരിക. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് നീലഗിരി മൗണ്ടനെയൊക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടല്ലോ എന്തായാലും പതുക്കെ സൂര്യ വെളിച്ചം അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നുണ്ട്. സൂര്യൻ കറങ്ങി മലയുടെ പുറകിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ മേലെ ഗുഹയിലോട്ട് എത്താനുള്ള ശ്രമം നടത്തട്ടെ. കുറേ ഉണ്ട്, നമുക്ക് ഇനിയും കയറാനുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ ദൂരം നമുക്ക് മനസ്സിലാകുന്നത്. ഈ മലയുടെ മുകളിൽ ആ ഗുഹയിലുണ്ടല്ലോ ഇപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് സന്യാസി കുറച്ചധികം വർഷങ്ങളായി അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. പൂജയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് ഈ ഗുഹ ഒരു ആരാധനാലയം കൂടിയാണ് കേട്ടോ. ഇവരുണ്ടല്ലോ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റു പരിപാടിയൊക്കെ ആയിരിക്കും.
അപ്പം അതിനുശേഷം അവരിനിപ്പോൾ തിരിച്ച് താഴോട്ടേക്ക് പോവുകയാണ്. നടക്കാനുള്ള വഴിയൊക്കെ അവർ കല്ല് പാകി കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഗുഹ ഇരിക്കുന്നുണ്ടല്ലോ, എന്തോ വലിയൊരു കട്ടിങ്ങിനുള്ളിലാണ്. മലയുടെ ഇവിടെ വലിയൊരു കട്ടിങ് ഇതാ ഇങ്ങനെ വന്നേക്കുവാണ്. മേ ബി പണ്ടെപ്പോഴെങ്കിലും മല ഇടിഞ്ഞ് ഈ ഒരു പോർഷൻ മുഴുവൻ താഴോട്ടേക്ക് പോയതായിരിക്കും. എന്തായാലും ഇത് കുറേ ഉൾഭാഗത്തേക്കാണുള്ളത്. ഇവിടെ ഉണ്ടല്ലോ നിറയെ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. ഇത് നോക്കിയാൽ നിരവധി വെള്ളച്ചാട്ടങ്ങൾ മേലെ നിന്നും താഴോട്ടേക്ക് ഒഴുകി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ റോട്ടിൽ കൂടിയൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല, നമുക്ക് അറിയാനും പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ച, ഇങ്ങനെ ഒരു അത്ഭുത ലോകം ഇവിടെ ഉണ്ട് എന്നൊക്കെ. നമ്മളങ്ങനെ 100 കണക്കിന് പടികൾ നടന്ന് കയറി മേലോട്ടേക്ക് എത്തുമ്പോൾ ഉള്ള കാഴ്ച, ഇവിടെ ഈ ഒരു പണി നടക്കുന്നുണ്ട് സ്റ്റെപ്പുകളുടെ. അപ്പോൾ ആ പണിക്ക് വന്ന ആളുകളുടെ ചെറിയ ടെൻ്റൊക്കെ നമുക്കിവിടെ കാണാം. വീണ്ടും നമ്മളൊരു ഗേറ്റ് കൂടി കടന്ന് ഇതാ ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതാ ഇവിടെ നോക്കി നിങ്ങൾ, ഈ ഒരു മലയുടെ പകുതി വഴിക്ക് വെച്ചിട്ട് വെള്ളച്ചാട്ടം ഇതാ തുടങ്ങുകയാണ്. നേപ്പാളിൽ പല സ്ഥലത്തും നമ്മൾ ഇതുപോലുള്ള അത്ഭുതകരമായ കാഴ്ച കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു മലേൻ്റെ ഉള്ളിൽ കൂടി വരുന്ന പുഴ ഇവിടെ വന്ന് ഓപ്പൺ ആവുന്ന രീതിയിൽ. ശരിക്കും താഴെ നിന്നൊരു ബയ്യാജിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ശരിക്കും വെള്ളം കുറവാണ്, ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ, അതായത് മഞ്ഞ് നല്ലോണം ഉരുകുന്ന സമയത്ത് വലിയ രീതിയിൽ വെള്ളം ഉണ്ടാവുന്നു ഇവിടെ. ആ ഒരു സമയത്ത് കാണാനൊക്കെ ആയിട്ട് ഭയങ്കരമായ ഭംഗിയായിരിക്കും അത്രേ. ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു അത്ഭുതം നോക്കി ഞങ്ങൾ ഭൂമി തന്നെ ഒരു പൈപ്പ് പോലെ ഇവിടെ ഉണ്ടാക്കിയേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പാറേൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വരുന്നത്. ഇവിടെ നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഓപ്പൺ ആയ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഗുഹ കിടപ്പുണ്ട്. അതുകൂടാതെ അങ്ങോട്ടേക്ക് നടക്കേണ്ട വഴിയിലും വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ദൈവമേ, ഞാൻ കുളിക്കൂലോ. ഇനി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ചെരുപ്പൂരി വെച്ചേക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഞാനും ചെരുപ്പൂരി, പക്ഷേങ്കിൽ നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ, ഫ്രീസിങ് തണുപ്പാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കൂടിയൊക്കെ ചെരുപ്പൂരി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി നടന്ന് അങ്ങെത്തത്തില്ല. ഓടാം. അമ്മേ, കാലും തെന്നുന്നല്ലോ. ഇതാരാ പോലും ഇങ്ങനത്തെ ഒരു ആചാരം ഇവിടെ കൊണ്ടുവന്നത്, ചെരുപ്പ് വരാനുള്ളത്. കാല് ഫ്രീസ്. ഇവിടെ വലിയൊരു ലെയർ പോലെയുണ്ട്. ഇവിടെ നിന്നും നമ്മളിങ്ങനെ ഓടിയിട്ട് വേണം. എൻ്റെ അമ്മേ തെന്നിയിപ്പോൾ ഇപ്പുറത്തെ മതി കേട്ടോ. ഇവിടെ കുറച്ചധികം ആൾക്കാരുണ്ട്. നമസ്തേ. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ താമസിച്ച ആ ഒരു ഗ്രാമം അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ, ഇവിടെയുള്ള ലാമാജി വന്നിട്ട് ഇന്ത്യക്കാരനാണ്, സിക്കിമിലാണ് കേട്ടോ. ഇവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു 17 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അപ്പം വീഡിയോയിൽ വരാൻ മടിയാണ്, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു എന്നോട് പറഞ്ഞു. ഇവിടുത്തെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3000 വർഷത്തിന് മേലെയായിട്ട് ഗുരു പത്മസംഭവ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുജി ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ ധ്യാനത്തിലിരുന്നു എന്നതാണ് ഇവരുടെ വിശ്വാസം. അപ്പം ഈ ഒരു ഗ്രാമക്കാരുടെ ആയിരുന്നു ഈ ഒരു വിശ്വാസ കേന്ദ്രം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ലാമാജി വന്നതാണ്. ഞാനിപ്പം ജസ്റ്റ് ഗുഹേൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ താമസിച്ചിരുന്ന, നൂറ്റാണ്ടുകളല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ. ഗുരുവും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പിന്തുടർച്ചക്കാരൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. ഓ മൈ ഗോഡ്, നോക്കിങ്ങളെ ഇതിൻ്റെ പുറത്തെ ഭാഗത്ത് ഇപ്പം ഇത് കണ്ടോ, നമ്മളുടെ ഖാതയുണ്ട്. അതുകൂടാതെ അവിടെ വലിയൊരു പാറ പോലെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഉള്ളിലോട്ടുണ്ട് കേട്ടോ, കുറേ ഉള്ളിലോട്ടുണ്ട്. നൈസ്. ഇവിടെ നിന്നുണ്ടല്ലോ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. നോക്കിയാൽ നമ്മളുടെ നീലഗിരി മൗണ്ടൻസ്, അതിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഇവിടെ നിന്ന് ശരിക്കും ഇവിടെയൊക്കെ ഇരുന്നിട്ട് ആരായാലും ധ്യാനിച്ച് പോകും. ഞാനുണ്ടല്ലോ ലാമാജിനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നേ. അപ്പം ലാമാജി കഴിഞ്ഞ ഒരു 17 വർഷമായിട്ട് ഇവിടെ മഞ്ഞുകാലവും അതുപോലെ തന്നെ മഴക്കാലവും ബാക്കി വസന്തകാലവും ഒക്കെ വരുമ്പോൾ ഇവിടെ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് ധ്യാനത്തിൽ. അപ്പം ഇവിടെയുള്ള മഞ്ഞുകാലത്തിൻ്റെ സമയത്ത് കുറച്ച് ഫോട്ടോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ അത് ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട്, കണ്ടു നോക്കും നിങ്ങൾ, എന്ത് ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ടൂറിസം പ്ലേസ് പോലെയുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഭക്തി ആ രീതിയിൽ കൊമേഴ്ഷ്യവൽക്കരിച്ച സ്ഥലങ്ങളിൽ താമസിക്കാനോ നിൽക്കാനോ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരെ ഇവിടെ വന്ന് ഈ ഒരു ഗുഹയിൽ പണ്ട്
അദ്ദേഹം ധ്യാനിച്ചിരുന്ന പോലെ തന്നെ ധ്യാനിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതെന്നുള്ളത്. പിന്നെ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ പൂജാ ആവശ്യങ്ങൾ, അവരുടെ വീട്ടിലെ പൂജാ കാര്യങ്ങൾ, പിന്നെ മറ്റ് ചടങ്ങുകളൊക്കെ ഇദ്ദേഹമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഗ്രാമത്തിലുള്ള ആളുകളാണ് ഇദ്ദേഹത്തിന് വേണ്ട മറ്റു ഭക്ഷണ കാര്യങ്ങളും ഒക്കെയും ചെയ്തു കൊടുക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരുപാട് വസ്തുക്കൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചേക്കുന്നത് മഞ്ഞ് പെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ലോഡ് ചെയ്യും കേട്ടോ. ലാമാജി ഉണ്ടല്ലോ ഇപ്പോൾ അടുക്കളയിൽ പോയി എനിക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. ഇവരിവിടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരത്തിൻ്റെ കൊമ്പാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിനേക്കാളും ഇതായിട്ട് നല്ല രീതിയിൽ കത്തിപ്പിടിക്കും. പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞുകാലത്തിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ദേവദാരുവിൻ്റെ ഏതോ ഒരു സ്പെഷ്യൽ ആ ഒരു വർഗ്ഗത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് ഓയിലിന്നൊക്കെ കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് കാണിച്ചു തരാം അതെങ്ങനെ കത്തിക്കുന്നതെന്ന് പറഞ്ഞ് ദാ അച്ഛാ കണ്ടങ്ങൾ പെട്ടെന്ന് കത്തിപ്പിടിച്ച്. ഇനിയിപ്പോൾ ഇത് കുന്തിരിക്കത്തിൻ്റെ ആണോ എന്ന് എനിക്ക് അല്ല, കത്തുമ്പം ദേവദാരുവിൻ്റെ തന്നെ മണമാണ് കേട്ടോ. ദേവദാരു ശരിക്കും അതിൻ്റെ ഉള്ളിലൊരു ഓയിലുണ്ട്. ആ ഒരു ഓയിലാണ് ഈ ഒരു രീതിക്ക് കത്തുവാൻ സഹായിക്കുക. ശരിക്കും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് കത്തിക്കാനും ഇത് എളുപ്പമാണ്. ശരിക്കും പ്രകൃതിയുടെയൊക്കെ ഒരു ഇത് നോക്കിയത് നിങ്ങൾ, എന്തൊക്കെ അത്ഭുതങ്ങളല്ലേ. എല്ലാ സാധനങ്ങളും എന്തിനുള്ള സൊല്യൂഷനും ഈ ഒരു പ്രകൃതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓ എത്ര പെട്ടെന്ന് കത്തുന്നത് നോക്കി നിങ്ങൾ. എനിക്കുണ്ടല്ലോ ഇതാ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ചൂട് കോഫിയാണ് കേട്ടോ ലാമാജി. അതും സ്പെഷ്യലായിട്ട് ഇതാ കോക്കനട്ടിൻ്റെ ആ ഷെല്ലിൻ്റെ അകത്ത് നമ്മുടെ ചിരട്ടയ്ക്കകത്ത് പോലത്തെ ഗ്ലാസ്സാണ്, അതിൻ്റെ അകത്താക്കിയിട്ട് നോക്കി നിങ്ങൾ എന്ത് ഭംഗി എന്ത് രസമാണ്. ഞാൻ ആദ്യം കണ്ടപ്പോഴേ എന്നോടിങ്ങനെ ഇതിൻ്റെ കാര്യം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആള് ഭയങ്കര ദേഷ്യക്കാരനായിരിക്കുന്നു. പക്ഷേ അല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇന്ത്യയിൽ നിന്നാണ്, നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്താണെന്നറിയാമോ, ഈ മഞ്ഞുകാല സമയത്ത് ഞാൻ നേരത്തെ ഓടി വന്ന വഴിയിൽ ആ വഴി മുഴുവൻ ഇങ്ങനെ ഫുള്ള് ഫ്രീസായിരിക്കും, ഗ്ലാസ് പോലെ ഉണ്ടാവുക. ആ ഒരു സമയത്ത് ഇതിങ്ങനെ കുത്തി പൊട്ടിച്ച് ലാമാജി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് വേണം താഴോട്ടേക്ക് ഇറങ്ങി പോകാൻ. ഇവിടെ നിന്ന് താഴെ ആ ഒരു പടിയുടെ അവിടം വരെ എത്താൻ തന്നെ 2-2.5 മണിക്കൂർ എടുക്കും പോലും. അങ്ങനെ വേണം പോകാനായിട്ടെന്ന്. നോക്കി ഓരോ സമയത്ത് ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന്. അതിനുശേഷം ഉണ്ടല്ലോ ലാമാജി തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നു ഇവിടെ ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം ഇതുപോലൊരു മേലെ നിന്നൊരു ഗുഹയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷെ കാര്യം അതല്ല, ഇവിടെയുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ് അത്ര ഈ കാണുന്നത്. ഇതിനെ മുക്തിദ്വാർ എന്നാണ് പറയുന്നത്. അതായത് ഈ ക്രിസ്ത്യാനിറ്റിയിലൊരു വിശ്വാസമില്ലേ, കുമ്പസാരിച്ചിട്ടുണ്ട് പാവം പോകുന്നുള്ളത്, അതുപോലെ ഇവിടുത്തെ നേപ്പാളി ആയിട്ടുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ്. ഈ ഒരു ഗുഹ ഉണ്ടോ, ഇതിലേ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങി ഈ ഒരു ദ്വാരം വഴി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റിൽ നിന്ന് മുക്തി ലഭിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. ഇവരുടെ ഒരു 1-ാം തീയതി ഉണ്ട്, ബൈശാഖി അങ്ങനെയാണ് പറയുന്നത്. ബൈശാഖി 1-ാം തീയതി, ബൈശാഖാണോ ബൈശാഖിയാണ് സംതിങ്. അപ്പം ആ ഒരു സമയം ഇവിടെ ഒരുപാട് ആളുകൾ താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. വലിയ മേളയാണ് പോലും. ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ കടന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ലാമാജി ഇത് ഇവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് ലാമാജിയുടെ ആ ഒരു താമസ സ്ഥലം. ഇവിടെ നിൽക്കൂല, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. എന്നാലും ഇപ്പോൾ അദ്ദേഹം ഇതുവഴി താഴെ ഇറങ്ങിയിട്ട് താഴെ നിന്ന് ഇങ്ങനെ മേലോട്ടേക്ക് കയറിയിട്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ പ്ലെയിൻ ആയിട്ട് ഇതിൻ്റെ മേലെ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ടെന്ന്, അവിടെ പോയിട്ട് അവിടെ നിൽക്കും. അവിടെ ധ്യാനമൊക്കെ ആയിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു മേള കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. ഇതാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇവരിവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. നൈസ് ഗ്ലാസ് നല്ല. ഇവരിനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകുക. എന്തായാലും കൊള്ളാം അല്ലേ. ഓരോരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഓരോരോ വിശ്വാസങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞ വിശ്വാസം അദ്ദേഹത്തിനില്ല, ഇത് ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകളുടെ ലോക്കലായിട്ടുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അദ്ദേഹം എതിർക്കാനും പോകുന്നില്ല എന്ന് കേട്ടോ. ഈ ഒരു ഗുഹാഭാഗത്തിന് പതുക്കെ ഒരു ഇരുട്ടിലാക്കിയിട്ട് സൂര്യൻ പതുക്കെ ഈ ഒരു മലയുടെ പുറകിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഇനിയും ഇവിടെ നിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് നല്ല രീതിക്ക് കൂടും, പണിയാകും. ഇവിടെ ഉണ്ടല്ലോ നോർമലി -25 ടെമ്പറേച്ചർ വരാറുണ്ടെന്ന് കേട്ടോ. -25 കേട്ടോ. എന്താ പൊന്നെ, എങ്ങനെ നിൽക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ ഇവിടെ. वो गाँव से मिलेगा ओके अभी वो पूरा अंदर में रखे नीचे आना चाहिए ना आप लोगों का. अच्छा ഇവർക്കുണ്ടല്ലോ ഇനിയിപ്പം ഈ സാധനങ്ങളെല്ലാം
അകത്തെടുത്ത് വെച്ചതിന് ശേഷം വേണം കേട്ടോ തിരിച്ച് താഴോട്ടേക്ക് വരാൻ. ഇവർ പക്ഷെ പെട്ടെന്ന് വരും. अब लोग जल्दी नीचे आ सकते हैं ना? मेरे को बहुत टाइम लगेगा. അപ്പോൾ ബൈ ബൈ. അയ്യോ തണുപ്പായി. അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം കൂടി നനയുമ്പോഴത്തേക്കും കാലൊക്കെ ഫ്രീസ്. അയ്യോ നോക്കിയേക്കളൂ എൻ്റെ പൊന്നെ. ഓടാനും പറ്റത്തില്ല, തെന്നി വീഴാൻ ചാൻസസ് ഉണ്ട്. അവിടെ പതുക്കെ പോകണം. എൻ്റെ പൊന്ന് വെള്ളമേ കുറച്ച് നേരത്തേക്ക് ഫ്രീസ് ആകെ. അയ്യോ ഇനിയിപ്പോൾ കാലം ഉണങ്ങാതെ സോക്സ് ഇടാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ ഇട്ടേക്കുന്ന ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഇടാൻ വേണ്ടിയായിരുന്നേ. എൻ്റെ പൊന്നെ ഫ്രീസിങ് തണുപ്പ് എന്ന് പറഞ്ഞാൽ കാല് നിൽക്കണ്ട നമുക്ക് ഇങ്ങനെ തന്നെ നടക്കാം. എൻ്റെ കാല് ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം സോക്സ് എടുത്തിടാം. അല്ലെങ്കിൽ സോക്സ് കൂടി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാകും. ഓടിയാട്ടോ ഞാൻ ഇറങ്ങുന്നത്. ഓടിയേ തൊട്ടത്തൊരു തണുപ്പത്ത് നിങ്ങൾ വെറും കാലിൽ നടന്നിട്ടുണ്ടോ? ഈ ഒരു കോൺക്രീറ്റിൻ്റെ അതുപോലെ തന്നെ ഐസ് കട്ട പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുക. ചവിട്ടുന്നത് എൻ്റെ അമ്മോ. അയ്യോ എടുത്തിട്ടു. പക്ഷേ എങ്കിൽ കാര്യമില്ല, കാരണം ഉൾഭാഗം ഓൾറെഡി നല്ല രീതിക്ക് തണുത്തിട്ടുള്ളേ. അപ്പോൾ വേദന എടുക്കുന്നു. വേദന കുത്തിക്കൊള്ളുന്ന വേദന. ഞാൻ എൻ്റെ ഓരോ ഫീലിങ്ങും എൻ്റെ ഓരോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾക്കും അത് ഫീൽ ചെയ്യണം. എനിക്ക് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന പോലെ ഫീൽ ഇതാകത്തുള്ളൂ കേട്ടോ. വന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ഓടി ഇറങ്ങുക. ഓടി സ്പീഡ്. അപ്പം നമ്മുടെ രക്തം കൂടുതൽ പമ്പ് ചെയ്യും. രക്തം കൂടുതൽ പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ താഴെ ഭാഗത്തെ തണുപ്പ് മാറി അത് ചൂടിലോട്ട് വരും. വേറെ വഴിയൊന്നുമില്ല. കുറച്ചുകൂടി താഴെ എത്തിയപ്പോഴത്തേക്കും കിട്ടിയ ആ ഒരു ഇച്ചിരി വെയിലിനെയും തലോടി ഞാൻ വീണ്ടും മുമ്പിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. നോക്കിയാൽ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം ഇല്ലേ, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് മഴവില്ലാണ്. എനിക്കറിഞ്ഞുകൂടാ കണ്ണുകൊണ്ട് എനിക്ക് കാണുന്ന അത്രയും നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവും എന്നുള്ളത്. ഒരു രക്ഷയില്ലാത്ത അവതാർ സിനിമയിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, നോക്കിയേ പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ നടന്ന് നമ്മളുടെ ആ ഒരു കാടിൻ്റെ മേഖല എത്തി. പക്ഷേങ്കിലുണ്ടല്ലോ ഞാൻ ഇതുവഴി മേലോട്ട് കയറുന്നില്ല. പകരം ഇതിലേ സ്ട്രെയിറ്റ് ആയിട്ടൊരു വഴി കിടപ്പുണ്ട്. അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഈ ഒരു വഴി പോയാൽ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ്. ശ്രമിച്ച് നോക്കാമല്ലോ എളുപ്പമാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ അവരൊന്നും കാണാനില്ല കേട്ടോ. അവരിനിയിപ്പോൾ ഇന്ന് വരുന്നില്ലേ പോലും. ഇതോ മേലേന്ന് വന്ന മണ്ണൊക്കെ അടിഞ്ഞു കൂടിയേക്കുന്നുണ്ട്. ഇത് ഗ്ലേഷ്യറല്ല, ശരിക്കും മണ്ണ് തന്നെ അടിഞ്ഞു കൂടിയേക്കുന്നതാണ്. അവിടെ നിന്നും വരുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഗുഹ പോലെയുള്ള ഭാഗത്തുകൂടിയാണ് താഴോട്ടേക്ക് ഒഴുകി പോകുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ മേലെ അവിടെ അവർ താമസിക്കുന്നുണ്ടല്ലോ, അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. അന്നേരം ആ മേലെ നിന്നുള്ള വെള്ളം ഗ്രാമത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമല്ല എന്നുള്ളത്. ശരിക്കും ഈ വെള്ളം താഴോട്ടേക്ക് ഒഴുകി പോവുകയാണ് പുഴയിലേക്ക്. അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങ് മേലെ നമ്മൾ ആ ഒരു മഴവില്ല് കാണേണ്ട ആ ഒരു വെള്ളച്ചാട്ടമില്ല, അവിടെ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ വഴിതിരിച്ച് അപ്പുറത്തേക്കാണ് വിടുന്നത്. അപ്പം ഇതിന് മേലെ വലിയ ഗ്രാമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ വെള്ളം ശുദ്ധജലമാണ്, അത് കുടിക്കാൻ കേട്ടോ ഡയറക്റ്റ്. ഓ മൈ ഗോഡ്, നമുക്കിവിടെ ഒരു വാട്ടർഫാള് ക്രോസ് ചെയ്യാനുണ്ട് കേട്ടോ. ചേടാ കാല് നനയുമല്ലോ, ഓൾറെഡി നല്ല തണുപ്പാണ്. അതിൻ്റെ കൂടെ കുഴപ്പമില്ല, നമുക്ക് ചവിട്ടി പോവാം. കല്ല് വഴി ചവിട്ടി പോകാൻ പറ്റും. നൈസല്ലേ, നോക്കി ഞങ്ങൾ പലരുണ്ടല്ലോ പലപ്പോഴും കമൻറ്റിലൊക്കെ കാണുന്നതാണ്, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അയ്യോ നീ അവിടെ ഉണ്ടായിരുന്നോ, നിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല, നീയായിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ പറയാനാണെങ്കിലും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, കഴിഞ്ഞൊരു 5 വർഷത്തോളമായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ പബ്ലിക്കാണ്. എൻ്റെ ഫോളോവേഴ്സിന് എന്നെ ഈസിലി അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിനിടയിൽ ബാരിക്കേഡായിട്ട് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെയും. അതുകൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, ആർക്ക് വേണമെങ്കിലും അതിൽ മെസ്സേജ് അയക്കാം. മേ ബി 1-2 ദിവസത്തിൻ്റെ നെറ്റ്വർക്ക് വരാത്ത സമയത്ത് ചിലപ്പോൾ ഞാൻ കണ്ടെന്ന് വരില്ല. നെറ്റ്വർക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ മെസ്സേജുകൾ നോക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് ആളുകളിങ്ങനെ സൗഹൃദം പങ്കിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻ പറയുന്നത് ഒക്കെയും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അല്ലാതെ ഞാൻ വലിയ ജാടയോ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആളോ അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റ് ഷെയർ ചെയ്യാത്ത ഒരാളോ അങ്ങനെയുള്ള ആളൊന്നും അല്ല ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും
എത്തിപ്പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും കൈത്തുമ്പിൽ ഞാനുണ്ട്. എന്ത് സജഷൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. സ്നേഹം മാത്രം. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ആ മഞ്ഞുമലയുടെ ടോപ്പിലേക്ക് സൂര്യൻ എത്തിയ സമയത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. ഗ്രാമത്തിലൊക്കെ പതുക്കെ ഇരുട്ട് വീണ് തുടങ്ങി കേട്ടോ. നല്ല തണുപ്പാകുന്നുണ്ട്. പെട്ടെന്ന് നേരെ റൂമിലോട്ട് പോട്ടെ. കാഴ്ചകളും യാത്രകളും അവസാനിക്കുന്നില്ല. വൈകിട്ടോടുകൂടി നീൽഗിരി മൗണ്ടൻസ് അങ്ങനെ ആ ഒരു സ്വർണ്ണ കിരീടം എടുത്തണിഞ്ഞു. നമുക്കിനിയും മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.